ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 2ാം ക്ലാസ്സിൻ്റെ തജ്വീദുൽ ഖുർആനിലെ നമുക്ക് 10ാമത്തെ സൂറത്തായിട്ട് പഠിക്കാൻ വരുന്നത് സൂറത്തുൽ ഇൻഫിത്താറാണ്. അപ്പോൾ നമുക്ക് ഇൻഫിത്താർ ഉസ്താദിൻ്റെ പാരായണമൊക്കെ കേൾക്കാം. എന്നിട്ട് നമുക്കതിൻ്റെ വർക്കൊക്കെ ഒന്ന് നോക്കാം. നമുക്ക് ഉസ്താദിൻ്റെ വോയിസ് കേൾക്കാം. സൂറത്തുൽ ഇൻഫിത്താർ, സൂറത്തുൽ ഇൻഫിത്താർ അതാണ് ഇന്ന് നമ്മൾ ഓതുന്നത്. തുടങ്ങാം നമുക്കല്ലേ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذا السماء انفطرت وإذا الكواكب انتثرت وإذا البحار فجرت وإذا القبور بعثرت علمت نفس ما قدمت وأخرت يا أيها الإنسان ما غرك بربك الكريم الذي خلقك فسواك فعدلك في أي صورة ما شاء ركبك كلا بل تكذبون بالدين وإن عليكم لحافظين كراما كاتبين يعلمون ما تفعلون إن الأبرار لفي نعيم وإن الفجار لفي جحيم يصلونها يوم الدين وما هم عنها بغائبين وما أدراك ما يوم الدين ثم ما أدراك ما يوم الدين يوم لا تملك نفس لنفس شيئا والأمر يومئذ لله إذا السماء انفطرت കുവിറത്ത് സൂറത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ ച ശ്രദ്ധിക്കണം. وإذا الكواكب انتثرت സ ശ്രദ്ധിക്കണേ. وإذا البحار فجرت ഫുജിറത്ത് ഫുച്ചി ആവോ? ഫുച്ചി ഇല്ല. وإذا القبور بعثرت علمت نفس ما قدمت وأخرت يا أيها الإنسان ما غرك بربك الكريم يا أيها الإنسان ما غرك بربك الكريم الذي خلقك فسواك فعدلك ട്ടോ. അവിടെ ശരിക്ക് കാഫൊക്കെ കാഫിൻ്റെ ഹംസൊക്കെ വേണം. في أي صورة ما شاء ركبك ട്ടോ. ഓക്കെ. كلا بل كلا بل تكذبون بالدين പിന്നെ وإن عليكم لحافظين പിന്നെയോ كراما كاتبين يعلمون ما تفعلون. ഓക്കെ. إن الأبرار لفي نعيم أبرار وإن الفجار لفي جحيم
يصلونها يوم الدين وما هم عنها بغائبين. പിന്നെ وما أدراك ما يوم الدين ثم ما أدراك ما يوم الدين يوم لا تملك نفس لنفس شيئا. നോക്കണേ, نفس لنفس شيئا والأمر يومئذ لله صدق الله العظيم. അപ്പോൾ എല്ലാവരും ഖിറാഅത്ത് കേട്ട് നന്നായി മനസ്സിലാക്കി പഠിക്കുക. നമുക്ക് ഇതിലെ നെക്ര വർക്കുകൾ നോക്കാം. വായിക്കാനാണ് ആദ്യം വരുന്നത്. അപ്പോൾ അതിൽ നിന്നുള്ള ചെറിയ വേർഡ്സുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ താ വരുമ്പോൾ വഖഫ് ചെയ്യുന്നത് നമ്മൾ മുമ്പത്തെ പാഠത്തിലും പഠിച്ചിട്ടുണ്ട് അല്ലേ. ഫുജിറത്ത്, ജി ഫുജിറത്ത് ശബ്ദമുണ്ട്. അപ്പോൾ ഫുജിറത്ത്. പിന്നെ ബോസിറത്ത്, ബോസിറത്ത്. വഅഖറത്ത്, ഇംഫത്തറത്ത്, ഇംഫത്തറത്ത്. പിന്നെ ഇൻതസറത്ത്, ഇൻതസറത്ത്. പിന്നെന്താ ഖദ്ദമത്ത്, ഖദ്ദമത്ത്. അപ്പോൾ താഇൻ്റെ വഖഫ് വന്നത് മനസ്സിലാക്കുക. പിന്നെ ഇവിടെ കാഫ് വന്നത് മാ അറക് ബി റബ്ബിക് ഹലക്കക് ഫസവാക് ഫഅദലക് റക്കബക്. അപ്പോൾ അത്രയാണ് അവിടെ വന്നത്. ഇനി ഇവിടെ നമ്മൾ മദ്ദാണ് മനസ്സിലാക്കുന്നത് അല്ലേ. എന്താണ് മദ്? നമ്മൾ അക്ഷരങ്ങൾക്ക് മുകളിൽ ഫതഹ പോലെ ഉണ്ടല്ലേ ഇങ്ങനെ ഇടുന്നതാണ് മദ് എന്ന് പറയുന്നത്. അതിന് മദ് അങ്ങനെ വന്നാൽ കൂടുതൽ നീട്ടണം. നമ്മൾ ഇതാ എന്ന് നീട്ടുന്നതിനേക്കാളും കൂടുതൽ വേണം മാ എന്ന് പറയുമ്പോൾ. അത്ര മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇദസ്സമാ, ഇദസ്സമാ, മാഷാ. അപ്പോൾ ഇവിടെ ഏത് അക്ഷരത്തെയാണ് നീട്ടിയത് എന്നൊക്കെയാണ് എക്സാമിന് വരിക. അങ്ങനെ തരും. എന്നിട്ട് ഇതിൽ ഏത് അക്ഷരത്തെയാണ് കൂടുതൽ നീട്ടിയത്. അപ്പോൾ കൂടുതൽ നീട്ടിയത് ഇവിടെ മാ എന്ന് നീട്ടിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ കൂടുതൽ നീട്ടിയത് ഷാ എന്ന അക്ഷരത്തെയാണ്. മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ ഷീന് എന്നൊക്കെ നമുക്ക് എക്സാമിന് എഴുതാൻ കഴിയണം. അടുത്തതാ ബി ആ ഇബീൻ. അപ്പോൾ ഇവിടെ കൂടുതൽ നീട്ടിയത് ഇവിടെ നീട്ടാൻ ഇവിടെ ബാഇനെ കസറയെ യാ കൊണ്ട് നീട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ കൂടുതൽ നീട്ടിയത് ഐനാണ്, പുള്ളിയുള്ള ഐന്. അപ്പോൾ അത് ബി ആ ഇബീൻ. അപ്പോൾ ഇവിടെ മനസ്സിലാക്കുക. പിന്നെ ഇവിടെ യാ അയ്യുഹൽ ഇൻസാനു. ഇവിടെ യാ എന്നതാണ് കൂടുതൽ നീട്ടുന്നത്. അക്ഷരം മനസ്സിലാക്കാൻ കഴിയണം. എവിടെയാണോ ഈ മദ് ഈ ചിഹ്നം ഇട്ടത് അതാണ് കൂടുതൽ നീട്ടേണ്ടത്. മനസ്സിലാക്കുക. ഇവിടെ ഇൻസാ അയ്യുഹൽ ഇൻസാ അവിടെ നീട്ടാണ്ട്. അപ്പോൾ അതെല്ലാം കൂടുതൽ നീട്ടേണ്ട യാ ആണ്. അടുത്തത് ഫീ അയ്യി സൂറത്തിൻ. കൂടുതൽ നീട്ടേണ്ടത് ഫാഇനെയാണ്. ഇവിടെ സൂ എന്ന വാവ് ഉണ്ട്. സൂ എന്ന ലൊമ്മയെ നീട്ടാൻ അപ്പോൾ കൂടുതൽ നീട്ടേണ്ടത് ഫാഇനെയാണ്. മനസ്സിലാക്കട്ടാ. വമാ അദ്റാക. വമാ മീമിനെയാണ് ഇവിടെ കൂടുതൽ നീട്ടിയത്. അപ്പം കൂടുതൽ നീട്ടാനാണ് എന്ത് ഈ മുകളിലെ ഈ ചിഹ്നം കൊടുക്കുന്നത്. മനസ്സിലാക്കുക. എക്സാമിന് ഈ ചിഹ്നം ഒരു ബ്രാക്കറ്റിൽ ഇങ്ങനെ തരും. ഇങ്ങനെ ഒരു ബ്രാക്കറ്റ് തന്നിട്ട് ഇത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ അപ്പോൾ അത് കൂടുതൽ നീട്ടാനാണ് എന്ന് എഴുതി കൊടുക്കണം. മനസ്സിലായില്ല. അപ്പോൾ അതൊക്കെ എഴുതി പഠിക്കട്ടെ എല്ലാവരും. ഇനി എന്താണ് ലാഹിൽ വാവ്. വാവ് വന്നത് വാവ് കൊണ്ട് വന്നത് ഇതാ വ ഇദൽ ഖുബൂറു, വ ഇദൽ ഖുബൂറു, വ അഖറത് ഫസവാക വൽ അംറു വമാ അദ്റാക വ ഇദൽ കവാകിബ്, വ ഇദൽ കവാകിബ്. അപ്പോൾ അവിടെയൊക്കെ വാവ് വന്ന വേർഡ്സ് മനസ്സിലാക്കുക. പിന്നെന്താണ് വഖഫ് അല മീം നൂന്. നൂന് കൊണ്ടും മീമ് കൊണ്ടും വഖഫ് വന്നതാണ്. ബി റബ്ബിക്കൽ കരീം. അപ്പോൾ ഇവിടെ മീമ് കൊണ്ട് വഖഫ് വന്നു അല്ലേ. പിന്നെ ലഫീ നഈം, ലഫീ നഈം. പിന്നെ ലഫീ ജഹീം. അപ്പോൾ ഇവിടെയൊക്കെ മീമിലാണ് വഖഫ് വരുന്നത്. അപ്പോൾ അവിടെ എങ്ങനെയാണ് വഖഫിൻ്റെ അടയാളമില്ല, എന്നാലും നമ്മളവിടെ നിർത്തുമ്പം മീമിൽ വഖഫ് ചെയ്യണം. തൻവീന്
കസറ തൻവീനാണ് ഇവിടെയൊക്കെ. പക്ഷെ നമ്മൾ കരീമിൻ നഈമിൻ എന്ന് പറഞ്ഞ് നിർത്തൂല. അവിടെ നഈം, കരീം, ജഹീം എന്ന് മീമിന് സുക്കൂന് നൽകിയിട്ടാണ് വഖഫ് ചെയ്യുക. അപ്പോൾ ഇത് മനസ്സിലാക്കാം. യൗമദ്ദീൻ, അപ്പോൾ ഇവിടെ നൂനിലാണ് വഖഫ് ചെയ്തത്. അൻഹാബിയാഇബീൻ നൂന്, ലഹാഫിലീൻ നൂനിൽ. അപ്പോൾ ഇവിടെ എന്തിലാണ് വഖഫ് ചെയ്തത് എന്ന് നമുക്കൊരു വേർഡ്സ് തന്നിട്ട് ഇതിന്ന് ഒക്കെ ഒരു വേർഡ്സ് ഇതുപോലുള്ള മറ്റ് വേർഡ്സുകൾ തന്നിട്ട് അതിൽ ഏത് അക്ഷരം കൊണ്ടാണ് വഖഫ് ചെയ്തത്, നമ്മൾ അവസാനിക്കുന്ന അക്ഷരം ഏതാണോ അതാണ് എടുത്ത് എഴുതേണ്ടത്. അപ്പോൾ ഇത് വഖഫ് എന്ന് പറഞ്ഞാൽ നിർത്തുന്ന സ്ഥലമാണ്. അവിടെ ഏത് അക്ഷരമാണ് എന്നുള്ളത് നിങ്ങൾ ഇതിൻ്റെ കൂടെ മനസ്സിലാക്കണം. അപ്പോൾ സൂറത്തുൽ ഇൻഫിത്താറിൻ്റെ കൂടെ ഇത്രയും കാര്യങ്ങളാണ് മനസ്സിലാക്കി പഠിക്കാനുള്ളത്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക, ഉപകാരപ്പെടുത്തുക, വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാനെല്ലാം പഠിച്ച് വിവരമുള്ള ഒരാളൊന്നല്ല, ഞാൻ എൻ്റെ അറിവ് വെച്ച് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകളൊക്കെ വന്നേക്കാം. എന്നിൽ വരുന്ന തെറ്റുകൾ നിങ്ങളാണ് അറിവുള്ളവരാരെങ്കിലും കാണുകയാണെങ്കിൽ തിരുത്തി തരണം. ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.